ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ചെറിയൊരു പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. മാഡം ദുബായിന്ന് വന്നപ്പോൾ കുറച്ച് സാധനങ്ങളുണ്ട് മാഡത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് കൊടുക്കാനും ഫാമിലീൻ്റെ വീട്ടിൽ കൊടുക്കാനൊക്കെ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്ന് സ്പോട്ട് പറയുന്നത് അൽക്കോറാണ്. അൽക്കോറ് പിന്നെ നമ്മൾ ഓൾറെഡി പോയത് കാണിച്ചിരുന്നു. അപ്പോൾ എന്തായാലും ആ വഴിക്ക് പോകുമ്പോൾ നമ്മുടെ റഫീഖാൻ്റെ റൂം ആ ഭാഗത്തേക്കാണ്. ഇന്നലെ പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് പോണ വഴിക്കൊന്ന് റഫീഖാനെ കാണാം എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ട്. പോയിട്ട് തിരിച്ചു വരുമ്പോൾ റഫീഖാൻ്റെ റൂമിൽ കയറാം. റഫീഖാൻ്റെ ഒന്ന് ലൊക്കേഷൻ അയച്ചു തരാൻ പറഞ്ഞിട്ട് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കട്ടെ, മൂപ്പനെ കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോയിൽ മൂപ്പനെ ഒന്ന് ഉൾപ്പെടുത്താം. അപ്പോൾ എന്തായാലും നമ്മുടെ വ്ളോഗ് ഇവിടെ തുടങ്ങുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് ഇന്നിപ്പോൾ ഈ മെയിൻ പണി ഈ അൽക്കോർ പോക്കാണ്. അത് പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അൽക്കോർ പോകണം കൊണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ആ സ്ഥലം തന്നെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഒട്ടകവും കാര്യങ്ങളൊക്കെ കാണിച്ച ആ സ്ഥലത്തേക്കാണ് പോണത്. അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക് എന്തൊക്കെ പരിപാടികളുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരും ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നമ്മുടെ ഡെയിലി വീഡിയോസ് എന്നുള്ള ഇടണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ഡെയിലി നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇടുന്നത്. അപ്പോൾ നമ്മുടെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ തുടങ്ങുകയാണ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ അൽക്കോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പെട്രോൾ ഗേജ് നോക്കിയത്. പെട്രോൾ ഗേജിൽ പെട്രോൾ കുറവാണ്. അപ്പോൾ എന്തായാലും പെട്രോൾ അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക, ഇപ്പോൾ ഈ സ്ഥലമാണ് ഉംഗർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഈ ഉംഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാനൊരു സമയത്ത് എനിക്കൊണ്ട് ഒന്ന ടൈമിലൊക്കെ ഒരു 5-6 മാസം പെടുന്നായിരുന്നു. അതായത് ഉംഗറിൽ നമ്മളിപ്പോൾ പുതിയൊരു പെട്രോൾ പമ്പ് ഉണ്ട്, അതിലേക്ക് കയറുന്നത്. അതിൻ്റെ ബാക്ക് സൈഡിലായിരുന്നു എൻ്റെ വീടൊക്കെ നടന്നത്. പക്ഷെ അങ്ങോട്ടൊന്നും പോകില്ല, നമ്മൾ എണ്ണ അടിച്ചിട്ട് അങ്ങനെ പോയി. ഈ വഴിക്ക് വന്നപ്പോൾ ആ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മ വന്ന്. പണ്ട് എൻ്റെ മേടത്തിന് ഒരു അപായ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മേൽനോട്ടക്കാരനായിരുന്നു ഞാൻ. പക്ഷേ ഈ വന്ന ടൈമിൽ നമുക്കാണെങ്കിൽ അറബി അറിയില്ല, അല്ലെങ്കിൽ അവരായിട്ട് ഡീൽ ചെയ്യാനുള്ള കാര്യങ്ങൾ അറിയില്ല. എന്താ എങ്ങനെയൊന്നും അറിയാത്തത് കൊണ്ടാണ് എനിക്കതിന് ശരിക്കും പച്ച പിടിക്കാൻ കഴിയാനിരുന്നത്. കാരണം എന്താ പറയുക, ബിസിനസ്സൊക്കെ നടത്താനുള്ള ഫുള്ള് പക്കായിട്ട് ഞാൻ പഠിച്ചു വന്നായിരുന്നു. അതായത് അപായ ഷോപ്പ് ഇട്ട് അതിലെങ്ങനെ തുണി മേടിക്കുക, എത്ര റുപ്യക്ക് തുണി നമുക്ക് കിട്ടും, എത്ര റുപ്യയിൽ പ്രോഫിറ്റ് ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയതാണ്. നമുക്ക് എങ്ങനെ പോയാലും ഒരു വെട്ട് തുണിയിൽ നമുക്ക് 4-5 അപായം ഉണ്ടാക്കുക. ആ 5 അപായം കൊണ്ട് നമുക്ക് ഏകദേശം ഒരു അപായക്ക് 250-350 വെച്ചിട്ട് കൊടുത്താലും നമുക്കൊരു 5 അപായക്ക് 300 റുപ്യ വെച്ച് കൊടുത്താലും 1500 റുപ്യ ഏകദേശമായി. 300 റുപ്യ വെച്ച് കൊടുക്കാം, ഒരു 5 അപായ 13-15 അങ്ങനെ 1500 റുപ്യ കിട്ടും. അതിലെങ്ങനെ പോയാലും നമുക്കൊരു 500 റുപ്യ ലാഭമാണ് എല്ലാം കഴിഞ്ഞിട്ട്. അത്രയും പ്രോഫിറ്റബിൾ ആയ ഒരു ബിസിനസ്സായിരുന്നു. പക്ഷേ ചില കാര്യങ്ങൾ കൊണ്ട് അത് ഒഴിവാക്കേണ്ടി വന്നു. പിന്നെ നമുക്ക് ശരിക്കും കറക്റ്റ് ഭാഷ അറിയാമെന്നുണ്ടല്ലോ, അടിപൊളിയായിട്ട് ക്ലിക്കാക്കി കൊടുക്കാമെന്ന്. പക്ഷെ നമ്മൾ തുടക്കക്കാരനെ കൊണ്ട് നമുക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ അത് പൂട്ടേണ്ടി വന്നു. പിന്നെ ഞാൻ മാഡത്തിൻ്റെ പേഴ്സണൽ ഡ്രൈവറായിട്ട് പിന്നെ ഇങ്ങനെ പോരുമായിരുന്നു. പക്ഷെ അതൊന്ന് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാത്തൊരു ലെവലിലേക്ക് പോയതന്നെയായിരുന്നു. പക്ഷെ അത് പറഞ്ഞാൽ ഓരോരുത്തരുടെ തലയിൽ എഴുതിയിട്ടുണ്ടാവും എനിക്ക് എന്താ ആകേണ്ടതെന്നുള്ളത്, അല്ലെങ്കിൽ അവൻ്റെ ഭാവി എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ വഴിക്ക് കയറിയപ്പോൾ ഒരു ഓർമ്മ, അപ്പോൾ അതിങ്ങനെ ഒന്ന് നിങ്ങളായിട്ട് പങ്കുവെച്ചെന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് ഞാൻ താമസിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ കാണുന്ന അടുത്തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ്. അപ്പോൾ അന്ന് ഈ വക്കൂത് പണി നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ അപ്പോൾ പണിയൊക്കെ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മളിവിടുന്ന് വിട്ട് ഈ ഒരു ഏരിയയിലായിരുന്നു കുറേ കാലം. ഒരു 6-7 മാസത്തോളം ഉണ്ടായിരുന്നു ഇവിടെ ഈ ഏരിയയിൽ. ഒരു വില്ലെടുത്തിട്ട് അവിടെയായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വക്കൂത് പോകുമ്പോൾ നമ്മൾ മുന്നേ വക്കൂത് പോയിട്ട് എണ്ണ അടിക്കണൊക്കെ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് കൊണ്ടുപോയത് നമ്മുടെ മെർസിഡീസ് ആയിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ പിക്കപ്പാണ്. ബാക്കിയുള്ള വണ്ടികൾ ഞാൻ പറയുന്നത് നമ്മുടെ അന്ന് മെർസിഡീസിന് മാത്രമാണ് ക്യാഷ് പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള പെട്രോൾ ഫില്ലിങ്ങും ഉള്ളൂ. അതായത് നമ്മൾ പെട്രോൾ അടിക്കാൻ കാശ് കൊടുക്കുക നാട്ടിലത്തെ പോലെ. പക്ഷേ ഈ വണ്ടികളിലൊക്കെ ചിപ്പാണ്, ഒരു ചിപ്പ് സിസ്റ്റമാണ്. അതായത് ഇവരുടെ ഈ ഗണ്ണിൽ തന്നെ, ഈ പെട്രോളിൽ അടിക്കുന്ന ഗണ്ണിൽ തന്നെ ഒരു ചിപ്പ് സെൻസർ ഉണ്ടാവും. നമ്മുടെ വണ്ടിയിൽ ഒരു ചിപ്പ് ഉണ്ടാവും. ഞാൻ ആ വണ്ടി എവിടെയെങ്കിലും നിർത്തുകയാണെങ്കിൽ കാണിച്ചു തരാം ചിപ്പ്. അപ്പോൾ ഇത് രണ്ടും പാടെ കണക്റ്റ് ആയിട്ടാണ് പെട്രോൾ അടിക്കുക. അപ്പോൾ ഈ ചിപ്പ് എങ്ങനെ പറഞ്ഞാൽ നമ്മളുടെ ഒരു വക്കൂതിൻ്റെ അക്കൗണ്ട് ഉണ്ട്. അതായത് പെട്രോളിയത്തിൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിലേക്ക് ഫണ്ട് ഇടുക. ആ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ വരെ നമുക്ക് ഫില്ല് ചെയ്യാം. അതുകൊണ്ട് നമുക്കൊക്കെ കുറേ സൗകര്യങ്ങളാണ്. ക്യാഷ് ഇല്ലാത്ത തന്നെ പമ്പ് പോവുക, ഓൺലൈൻ സൂപ്പർ പറയുക, അവർ അടിച്ചോളൂ. നമ്മൾ എപ്പോഴും എല്ലാ വണ്ടികൾക്കും സൂപ്പർ അടിക്കല്, പെട്രോള് പ്രീമിയം സൂപ്പർ അങ്ങനെ കണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രീമിയം അല്ല സൂപ്പറാണ് അടിക്കല്.
എത്തി. പക്ഷെ കോമഡി എന്ന് പറഞ്ഞാൽ റഫീഖ് അതാ ഓട്ടം. അപ്പോൾ റഫീഖാണ് ഈ വണ്ടിയിൽ കാണുന്നത്. പക്ഷേ റഫീഖ് ഓട്ടത്തിന് പോവാണോ എന്നുള്ള അറിയില്ല. എന്തായാലും നോക്കട്ടെ കാണാൻ പറ്റുമോ എന്നുള്ളത്. എന്താ നമ്മുടെ റഫീഖാണ് വണ്ടി ഒന്ന് മാറ്റിയിടുക തോന്നുന്നുണ്ട്. നമ്മളെ കണ്ടിക്കണമെന്ന് അറിയില്ല. എന്തായാലും റഫീഖാണെന്ന് കണ്ടിട്ട് വരാം. കണ്ട ഏതാ ചുള്ള നടന്നു പോണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റഫീഖ പണിയെടുക്കുന്ന പുതിയ വീട് ഇതാണ്. ഇപ്പോൾ മൂപ്പര് ഓടിക്കുന്ന വണ്ടി ഇതാണ്. മൂപ്പര് ഓട്ടം പോവല്ല, വണ്ടി കഴുകിയിട്ട് മാറ്റിയിട്ടാണോ എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ എന്തായാലും മൂപ്പരെ ഒന്ന് കണ്ടു വന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് വരാം. ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ പോകാറ്. പ്രത്യേകിച്ച് പരിപാടി ഉണ്ടാവില്ല. ലോണ്ടറിക്കൊന്ന് പോകാണ്ട്, അത് നോക്കട്ടെ ടൈമുണ്ടോ ഇല്ലേ നോക്കിയിട്ട് വേണ്ട പോലെ ചെയ്യുക. ആദ്യം എന്തായാലും ഇതൊന്ന് തീരുമാനിക്കട്ടെ. കാരണം ഷാഹിദ്ഖാക്ക് പണിയുണ്ട്, ചിലപ്പോൾ പണി വരും. അതുകൊണ്ട് ഞാൻ ഷാഹിദ്ഖാനെ കൂട്ടാണ്ടാണ് ഒറ്റക്കാണ് പോയത്. സാധാരണ അങ്ങനെ ഉണ്ടാവും ഒരുമിച്ചാൽ പോക്ക്. പക്ഷേ ഇതിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ വിളിച്ചാലോച്ചിട്ട് പിന്നെ ഞാൻ ഷാഹിദ്ഖാനെ കൂട്ടിയില്ല. ഇനിയിപ്പോൾ എന്തായാലും തിരിച്ച് പോയി റൂമിൽ പോയിട്ട് ഷാഹിദ്ഖാനെ കൂട്ടിയിട്ട് ലോണ്ടറി പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ എന്തായാലും റൂമിൽ ആദ്യം നമ്മുടെ റഫീഖാനായിട്ട് ഒന്ന് ഡീൽ ചെയ്യട്ടെ. ഇവിടെ എത്തിയപ്പോൾ തന്നെ റഫീഖാക്ക് പണി കിട്ടി. അപ്പോൾ പിന്നെ മൂപ്പനെ കൊണ്ട് കൂടുതൽ സംസാരിക്കാൻ കഴിഞ്ഞില്ല. മൂപ്പന് വീട്ടിൽ സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സമയം കളയണ്ട, നമുക്കെന്നാൽ തിരിച്ച് റൂമിലോട്ട് പോവാം. ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞു. എന്തായാലും റഫീഖാൻ്റെ വീട് കാര്യങ്ങളൊക്കെ കണ്ടു. ഇനി എപ്പോഴെങ്കിലും ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഈ വഴിക്ക് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും പോട്ടെ. പിന്നെ അതേപോലെ തന്നെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ സൗണ്ട് ഒരു ബ്രോന്ന് ഒക്കെ ഉണ്ടാവും. വേറെ ഒന്നുമല്ല, ചെറിയ ജലദോഷം മൂക്കടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എന്താ പറഞ്ഞാൽ ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച്, തണുപ്പ് ഒന്നും കൂടി. അപ്പോൾ നന്നായിട്ട് മൂക്ക് അടഞ്ഞിട്ടുണ്ട്. പിന്നെ നല്ല ചുമ ഉണ്ട്. അത് തണുപ്പിൻ്റെ ആണ്. അപ്പോൾ അതിൻ്റെ ചെറിയ പ്രശ്നം കാരണം കൊണ്ടായിരിക്കും ചിലപ്പോൾ സൗണ്ട് ഒരു വേരിയേഷൻ തോന്നാൻ ചാൻസ്. അപ്പോൾ അങ്ങനെ ഞാനും ഷാഹിദ്ഖുമാർ ലോണ്ടറി പോയി. അപ്പോൾ ഷാഹിദ്ഖാൻ എടുക്കണൊക്കെ കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഈ ജലദോഷം കാരണം കൊണ്ട് ആകെ ചുമയായിട്ട് ആകെ അൽക്കുലത്തായി. അപ്പോൾ ഞങ്ങളെന്തായാലും തിരിച്ച് റൂമിലെത്തി. ഇനിയിപ്പോൾ വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോസുമായി വരുന്നവരെ സ്റ്റേ ട്യൂൺ ആൻഡ് ഗുഡ് ബൈ.